ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത് നമ്മളെ ഗ്രൗണ്ടിലെ ആഘോഷമായിരുന്നു കേട്ടോ. വിഷുവിൻ്റെ തലേന്ന് ഏട്ടനെ കടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ വിഷു ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അമ്മ വീട്ടിൽ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിന്ന് വന്നിട്ട് സദ്യയൊന്നുമല്ല, നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് മന്തിയാണ് കേട്ടോ. ഓരോരുത്തർ ഓരോ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഏട്ടൻ കുറച്ച് സാലഡിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സാഞ്ചേട്ടനും സ്റ്റെപ്പ് ചിച്ചൊക്കെ വരുന്നുണ്ട്. ചിക്കുവിൻ്റെ വക അരിഞ്ഞ് തരുന്നുണ്ട്. ഏകദേശം ഫുഡൊക്കെ ആയ സമയത്ത് നമ്മളിതാ വീട്ടിലേക്ക് കുളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിതാ ഞങ്ങളെ വിഷുക്കോടിയൊക്കെ ഇട്ട് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കുഞ്ഞിയും അവിടുത്തെ വിഷുവൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ പടക്കമൊക്കെ പൊട്ടിച്ചിരിക്കുക. എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിട്ട് ഇതാ അടുത്ത കോസ്റ്റ്യൂം മാറി, ഇത് കുഞ്ഞി വാങ്ങിയതാണ് മാറി. വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഇതാ വിഷു കൈ നീട്ടൊക്കെ തന്നു. പിന്നെയുള്ള വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ രാത്രിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇച്ചുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛനും മുത്തുട്ടിയൊക്കെ ഇതാ കമ്പിത്തിരി ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കത്തിക്കുന്നുണ്ട്. ഇച്ചുട്ടിക്ക് ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചന്നം പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. അതാ കറക്കുന്നുണ്ട്. ഇപ്പോഴാണ് പുള്ളിക്കാരിക്ക് ഒരു സന്തോഷമൊക്കെ ആയത്. ഫുള്ള് അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു കേട്ടോ. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നെടുത്ത് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മേൻ്റെ വകയൊക്കെ എടുത്ത് കറക്കുന്നുണ്ട്. ബാക്കിലിരിക്കുന്നത് മുത്തുട്ടീൻ്റെ അമ്മയാണ്, അത് കുഞ്ഞീൻ്റെ അമ്മയാണ് കേട്ടോ. ഏട്ടനൊക്കെ ഒരു മൂലയ്ക്ക് ഇരിക്കുക. ഏട്ടന് ഇന്നലെ തന്നെ പടക്കം പൊട്ടിച്ച് മതിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. കയ്യും പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പല തരത്തിലുള്ളതൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ വെച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതും പോരാണ്ട് കുഞ്ഞ് പിന്നെയും പോയിട്ട് പടക്കം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബായ്.